150 മില്യൺ ജനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരായിട്ടുള്ളത്. ഏകദേശം 50 മില്യണോളം വരുന്ന ആളുകളാണ് ഫോൺപേ ഇന്ത്യ മഹാരാജ്യത്ത് യൂസ് ചെയ്യുന്നുള്ളത്. തുടങ്ങിയിട്ട് ഒട്ടനവധി UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർ എമ്പാടുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത്. ഈ ആപ്പുകൾക്കും ഇതിൻ്റെ കമ്പനികൾക്കും വലിയ ലാഭമാണ് രാജ്യത്ത് നേടിയെടുക്കുന്നത്. എന്നാലിതാ ഈ ആപ്പുകൾക്ക് വലിയ തിരിച്ചടി എന്നോണം രാജ്യത്ത് പുതിയ ഒരു ആപ്പ് വരികയാണ്. ആ ആപ്പിൻ്റെ കടന്നുവരവോടുകൂടെ രാജ്യത്തുള്ള ബാക്കിയുള്ള ആപ്പുകളുടെ തകർച്ചയും ക്ഷീണവുമായിരിക്കും ഇനി രാജ്യം കാണാനിരിക്കുക എന്നാണ് ആളുകൾ പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗൂഗിൾ പേ. 2ാം സ്ഥാനം ഫോൺപേയും നേടിയെടുത്തിട്ടുണ്ട്. കൊറോണ കാലത്തായിരുന്നു പ്രത്യേകിച്ചും ഈ ആപ്പുകൾക്ക് വലിയ സ്വാധീനവും ആളുകൾക്കിടയിൽ ചെലുത്താൻ സാധിച്ചത്. കൊറോണ കാലത്ത് ആപ്പുകൾ സുലഭമായി വർദ്ധിച്ചതോടെ പിന്നീട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്കും ആപ്പുകളുടെ വർധനവിലേക്കും അത് നീങ്ങുകയായിരുന്നു. എന്നാലിതാ ആളുകളുടെ ഇഷ്ട കമ്പനിയായ ഡാറ്റയാണ് പുതിയ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ള ആപ്പുകളുടെ കാലനാകുമെന്ന് ആളുകൾ പറയുന്നത് ടാറ്റ പേ എന്ന് പറയുന്ന ഡാറ്റ അവതരിപ്പിച്ച ഒരു ആപ്പിനെ കുറിച്ചാണ്. മറ്റുള്ള ആപ്പുകളൊന്നും അവതരിപ്പിക്കാത്ത വലിയ വലിയ ഫങ്ഷൻസുകളായിരിക്കും ഡാറ്റ ഇതിലൂടെ അവതരിപ്പിക്കുക. പിന്നീട് ആളുകളുടെ പ്രൈമറി ഡിജിറ്റൽ പേയ്മെൻറ്റായി വരെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനോടകം RBI ഇതിന് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ ഡിജിറ്റലിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ ആപ്പ് പ്രവർത്തിക്കുക. യൂസർ ഫ്രണ്ട്ലിയായിട്ടുള്ള ഇ-കൊമേഴ്സ് ഇടപാടുകളാണ് ടാറ്റ പേ പ്രധാനമായും ഉപയോക്താക്കൾക്ക് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനു പുറമെ ഓൺലൈൻ പണമിടപാട്, UPI സൗകര്യം, ലോൺ സൗകര്യങ്ങൾ, ക്യാഷ് ബാക്ക് ഓഫറുകൾ, മറ്റ് പോയിൻ്റ് റിവാർഡുകൾ എന്നിവയെല്ലാം ഇവിടെ ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ ഉപയോക്താക്കൾ ഏറ്റവും കൂടുതലുള്ള ഗൂഗിൾ പേ അതേപോലെ തന്നെ ഫോൺപേ പോലത്തെ ആപ്പുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൾ മനസ്സിലാക്കി തരുന്നത്. 2022 തന്നെ ഇങ്ങനെ ഒരു ആപ്പ് അവതരിപ്പിക്കുന്നതിനെ പറ്റി ടാറ്റ തുനിഞ്ഞിരുന്നു. എന്നാൽ അത് വേണ്ടവിധം ജനപങ്കാളിത്തമോ ബാങ്കുമായുള്ള പങ്കാളിത്തമോ ഉണ്ടാവാത്തത് കൊണ്ട് അതവിടെ നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 2024 അവർ പുതിയ ഒരു പദ്ധതിയുമായി, നേരത്തെ നിർത്തിവെച്ച പദ്ധതിയുമായി അവർ രംഗത്ത് വരുന്നത്.